നമസ്കാരം. കേരളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തീയതി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 2,267 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, 336 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമായി 1,627 വാർഡുകൾ. ഇങ്ങനെ കളമൊരുങ്ങുന്നത് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ വലിയ തെരഞ്ഞെടുപ്പിനാണ്. മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ 1,600 വാർഡുകൾ ഇത്തവണ അധികമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റേസറായി കണക്കാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ ജില്ല തിരിച്ചുള്ള തദ്ദേശ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പവർ പഞ്ചായത്തിലൂടെ. എല്ലാ ആഴ്ചയും ശനിയാഴ്ചയാണ് പവർ പഞ്ചായത്ത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തൃശൂർ ജില്ലയെയും പാലക്കാട് ജില്ലയെയുമാണ്. നേരെ പോകുന്നു തൃശൂരിലേക്ക്. സംഭവ ബഹുലമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം തൃശൂരിലെ രാഷ്ട്രീയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം, പൂരം കലക്കൽ, കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ്, മേയർ MK വർഗീസ് ഉയർത്തിയ വിവാദങ്ങൾ, വോട്ടർപട്ടിക ക്രമക്കേട്, ഏറ്റവും ഒടുവിൽ കലുങ്ക് വിവാദവും. ഇങ്ങനെ വാർത്തകളുടെയും വിവാദങ്ങളുടെയും പൊടിപൂരമായിരുന്നു തൃശൂരിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുകൂല തരംഗം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് BJP ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത്. ഇതിൽ 6 എണ്ണവും തൃശൂരിലാണ് എന്നത് BJPയുടെ സ്വപ്നങ്ങൾക്ക് കനമേറ്റുന്നു. പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, തൃശൂർ, ഒല്ലൂർ, മണലൂർ എന്നിവിടങ്ങളിലാണ് BJP ഞെട്ടിക്കുന്ന മുന്നേറ്റം കാഴ്ചവെച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ചാലക്കുടിയിൽ മാത്രമാണ് UDFന് തലപൊക്കാൻ കഴിഞ്ഞത്. ജില്ലയിൽ 2 നിയമസഭാ സാമാജികരാണ് പിണറായി മന്ത്രിസഭയിൽ ഉള്ളത്. K രാജനും R ബിന്ദു നമുക്കറിയാം, തൃശ്ശൂരിൽ കോർപ്പറേഷനിൽ നേരത്തെ മേയറായിരുന്നു. ആദ്യത്തെ വനിതാ മേയർ കൂടിയാണ് അവിടെ R ബിന്ദു. ആദ്യത്തെ വനിതാ മേയർ കൂടിയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് വോട്ട് കുറഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരമായി വിലയിരുത്തപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ വോട്ടുകൾ പോവുക NDAയിലേക്ക് ആകുമോ, UDFിലേക്ക് ആകുമോ? ഒട്ടും ലളിതമല്ല തൃശ്ശൂരിന്റെ രാഷ്ട്രീയം. തൃശ്ശൂരിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിത്രം നമുക്ക് പരിശോധിക്കാം. അതിങ്ങനെയാണ്. കോർപ്പറേഷൻ 1, മുനിസിപ്പാലിറ്റി 7, ജില്ലാ പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ 29 ഡിവിഷനുകളാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് 16, 86 പഞ്ചായത്തുകൾ. ഇതാണ് സ്ഥിതി. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പൊതുവെ ഇടത് ആധിപത്യമാണ് കാണുന്നത്. LDFന് ആധിപത്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്ന് NDA നേടിയത് 200-ന് മുകളിൽ സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ വലിയ തോതിൽ BJPയും പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് പോയാൽ ആകെ സീറ്റുകൾ 55. അതിൽ LDF 24, UDF 24, BJP 6, ഒരു സ്വതന്ത്രൻ. ഇതാണ് സ്ഥിതി. ഭരിക്കുന്നത് LDF ആണെന്ന് നമുക്ക് അറിയാം. അതിൽ കോൺഗ്രസ് 24 സീറ്റുകൾ, BJP 6 സീറ്റ് നേടിയതോടെ ഭരണം അനിശ്ചിതത്വത്തിൽ ആയിരുന്നു. UDF വിമതനായി ജയിച്ച മേയർ MK വർഗീസിനെ കൂടെ കൂട്ടിയാണ് അവിടെ LDF ഭരണം പൂർത്തീകരിച്ചത്. ഭരണം നിലനിർത്താൻ മേയർക്ക് വേണ്ടി LDFന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച ടേം വ്യവസ്ഥകൾ പാലിക്കാൻ കഴിഞ്ഞില്ല. മേയർക്കെതിരെ LDFനുള്ളിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വന്നു. പരസ്യ പ്രതിഷേധവുമായി CPI പലവട്ടം രംഗത്ത് വന്നു. CPM അംഗങ്ങൾക്ക് പോലും പല കാര്യങ്ങളിലും കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉണ്ടായി. സ്വതന്ത്രയായി വിജയിക്കുകയും LDFനൊപ്പം ചേരുകയും ചെയ്ത ഡെപ്യൂട്ടി മേയർ ML റോസിയുമായി മേയർക്കുണ്ടായ തർക്കങ്ങൾ LDFന് വലിയ തലവേദനയായി മാറുന്നത് നമ്മൾ അവിടെ കണ്ടതാണ്. തർക്ക പരിഹാരത്തിന് CPM നേരിട്ട് ഇടപെട്ട് ഇരുവരെയും പങ്കെടുപ്പിച്ച് സ്ഥിരമായി റിവ്യൂ മീറ്റിംഗുകൾ നടത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മേയർ MK വർഗീസ് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതൊക്കെ നമുക്കറിയാം. CPI അവിടെ പരസ്യ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി വിഷയത്തിൽ മേയർക്കെതിരെ CPI കടുത്ത നിലപാടെടുക്കാൻ തയ്യാറായതോടെ LDF സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. മേയർ BJPയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരന്നതോടെ CPM കർശന നിലപാട് അവിടെ സ്വീകരിച്ചു. പാർട്ടിയുമായി ആലോചിക്കാതെ നയപരവും ഭരണപരവുമായ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന നിർദ്ദേശം തന്നെ CPMന് മേയറായിട്ടുള്ള MK വർഗീസിന് നൽകേണ്ട സാഹചര്യം പോലും ഉണ്ടായി. നമുക്കിനി നേരെ മുനിസിപ്പാലിറ്റികളിലേക്ക് പോകാം. ആകെ മുനിസിപ്പാലിറ്റികൾ 7 എണ്ണമാണ്. അതിൽ ഇടതുപക്ഷം 5, UDF 2,
മുനിസിപ്പാലിറ്റികളാണ് ഭരിക്കുന്നത്. ചാലക്കുടി, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് UDF ഭരിക്കുന്നത്. ബാക്കി കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ചാവക്കാട്, കുന്നംകുളം, വടക്കഞ്ചേരി മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റ സീറ്റ് വ്യത്യാസത്തിലാണ് BJPക്ക് ഭരണം നഷ്ടമായത് എന്ന് കാണാൻ കഴിയും. മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയാണ് BJP രണ്ടാം സ്ഥാനത്ത് എത്തിയത് എന്ന് കാണാൻ കഴിയും. ചാലക്കുടിയിലേക്ക് പോയാൽ ആകെ സീറ്റ് 36, UDF 26, LDF 8, സ്വതന്ത്രർ 2. BJPക്ക് അവിടെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടിയിൽ 2015 ഭരണം നേടിയ LDFന് 2020 വൻ പരാജയം നേരിടേണ്ടി വന്ന കാഴ്ചയാണ് കണ്ടത്. CPMനകത്തെ വിഭാഗീയതാണ് അവിടുത്തെ ഇടതുപക്ഷത്തെ 8 സീറ്റിലേക്ക് ചുരുക്കിയത്. അതോടെ 26 സീറ്റ് എന്ന മൃഗീയ ഭൂരിപക്ഷം UDF നേടുകയായിരുന്നു. ഒരു സീറ്റ് പോലും നേടാനാവാത്തത് BJPക്ക് അവിടെ കനത്ത തിരിച്ചടി തന്നെയാണ്. ചാലക്കുടി തിരിച്ചുപിടിക്കാമെന്ന വലിയ പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. എന്നാൽ സർക്കാർ വിരുദ്ധ വികാരം ഉയർത്തിക്കാട്ടി ഭരണം നിലനിർത്താം എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. നമുക്ക് ഇരിങ്ങാലക്കുടയിലേക്ക് പോകാം. ആകെ സീറ്റ് 41. അതിൽ UDF 17, LDF 13, BJP 8 ഇടത്തുണ്ട്. നോക്കണം, വലിയ ശക്തിയാണ് അവിടെ BJP എന്ന് കാണാൻ കഴിയും. 3 സ്വതന്ത്രർ ഉണ്ട്. വലിയ ശക്തി തന്നെയാണ് അവിടെ. വലിയ തോതിൽ ഭരണം പിടിക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് BJP നടത്തിവരുന്നത്. കരുവന്നൂർ വിഷയം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ബാധിച്ചു തുടങ്ങിയ സമയമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം UDFനെ അട്ടിമറിച്ച് ഭരണം നേടാമെന്ന മോഹവുമായി എത്തിയ ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ടായത് കനത്ത തിരിച്ചടിയാണ്. LDFന്റെ 5 സീറ്റുകൾ BJP പിടിച്ചെടുത്ത് 8 സീറ്റ് എന്ന വലിയ സംഖ്യയിലേക്ക് കുതിക്കുന്നത് നമ്മൾ കണ്ടു. അതോടെ വീണ്ടും ഇരിങ്ങാലക്കുടയിൽ UDF ഭരണം ഉറപ്പിക്കുകയായിരുന്നു. ഇത്തവണ BJP വലിയ ആത്മവിശ്വാസം പുലർത്തുന്ന തൃശ്ശൂരിലെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂരേക്ക് പോയാൽ കൊടുങ്ങല്ലൂർ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇതാണ് കക്ഷിനില. അവിടെ നോക്കുക, കൊടുങ്ങല്ലൂർ BJP എത്ര ശക്തരാണെന്ന് നോക്കണം. ആകെ ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. UDF വെറും ഒരു സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഏറെ രാഷ്ട്രീയ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി തന്നെയാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയേണ്ടി വരും. 50 വർഷത്തിലേറെയായി നഗരസഭയിൽ ഭരണം നടത്തുന്ന LDFന് ആണ് കഴിഞ്ഞ തവണ ഈ ഗതി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരേ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അവർ ഭരിക്കാൻ തുടങ്ങിയത്. രണ്ടാം സ്ഥാനത്ത് അവിടെ മുഖ്യ പ്രതിപക്ഷമായി BJP മാറുന്ന കാഴ്ച. 2015 4 സീറ്റിൽ മാത്രം ഉണ്ടായിരുന്ന BJP ആണ് ഇങ്ങനെ 21 സീറ്റിലേക്ക് പടർന്നത്. ഒരു ഞെട്ടിക്കുന്ന വളർച്ച തന്നെയാണ്. 5 ഇരട്ടിയിലേറെ വളർച്ച അല്ലേ? 2015 4 സീറ്റ് ഉണ്ടായിരുന്ന UDF ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി. അത്യന്തം ദയനീയമായൊരു പ്രകടനമാണ് അവിടെ കണ്ടത് UDFന്റെ. തൃശ്ശൂർ ജില്ലയിൽ BJP ഏറ്റവും ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു ഇടമാണ് ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി. ഇനി നമുക്ക് നേരെ ഗുരുവായൂരിലേക്ക് പോകാം. ഗുരുവായൂരിൽ ഇടത് ഭരണമാണ്. ആകെ സീറ്റ് 43, LDF 25, UDF 11, BJP 2, സ്വതന്ത്രർ 5. ഇങ്ങനെയാണ് കക്ഷിനില. കേവല ഭൂരിപക്ഷത്തിനായി മുൻ വർഷങ്ങളിലേതുപോലെ LDFന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ആശ്രയിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്ലസ് ആയ കാര്യം. മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ എത്താൻ കഴിഞ്ഞു. 2015 20 സീറ്റിൽ നിന്നാണ് UDF 11 സീറ്റിലേക്ക് ചുരുങ്ങിയത് എന്ന് കാണാൻ കഴിയും. പ്രാദേശിക സ്വാധീനമുള്ള മേഖലയിൽ കേവലം 2 സീറ്റിലേക്ക് മാത്രമായി BJP ചുരുങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു. ഗുരുവായൂരിൽ ഇക്കുറിയും ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. അടുത്ത ചാവക്കാട്ടേക്ക് പോയാൽ ഇതാണ് അവസ്ഥ. അതാ LDF 22, UDF 9, BJP 2, സ്വതന്ത്രർ 1 എന്നുള്ളതാണ് അവസ്ഥ. 2015 തെരഞ്ഞെടുപ്പിനേക്കാൾ LDFന് സീറ്റ് വർധനവ്. 2015 11 സീറ്റ് ഉണ്ടായിരുന്ന UDF 9 സീറ്റിലേക്ക് ഒതുങ്ങുന്നതും നമ്മൾ കണ്ടു. കുന്നംകുളം പരിശോധിച്ചാൽ ഇതാണ് അവസ്ഥ. LDF 18, UDF 7, BJP 8, സ്വതന്ത്രർ 4 എന്നുള്ളതാണ് അവസ്ഥ. അവിടെയും BJP പ്രധാന പ്രതിപക്ഷമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഇടമാണ്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ LDFന് സീറ്റ് വർധന അവിടെ ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും. UDFനെ 3-ാം സ്ഥാനത്ത് പിന്തള്ളിയ BJP കുന്നംകുളത്ത് വലിയ പ്രതീക്ഷയിലാണ് ഇക്കുറിയും ഉള്ളത്. 2015 12 സീറ്റ് ഉണ്ടായിരുന്ന UDF ആണ് 7 സീറ്റിലേക്ക് ചുരുങ്ങിയത്. കരുവന്നൂർ ലൈഫ് മിഷൻ കേസുകൾ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് BJPക്ക് അവിടെ തുണയായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ.
ഇനി നേരെ വടക്കാഞ്ചേരിയിലേക്ക് പോയാൽ LDF ആണ് ഭരിക്കുന്നത്. LDF 21, UDF 16, BJP 1, സ്വതന്ത്രർ 3 എന്നുള്ളതാണ് സ്ഥിതി. ലൈഫ് മിഷൻ ഫ്ളാറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കിടയിലും LDF ഭരണം അവിടെ നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. 2015 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവുണ്ടായത് ഒറ്റ സീറ്റ് മാത്രമാണ് അവർക്ക്. അനുകൂല സാഹചര്യത്തിലും കോൺഗ്രസ് 16 സീറ്റിലേക്കും BJP ഒറ്റ സീറ്റിലേക്കും ചുരുങ്ങിയതാണ് നമ്മൾ വടക്കാഞ്ചേരിയിൽ കണ്ടത്. ലൈഫ് മിഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാനായെങ്കിലും രാഷ്ട്രീയമായി പിന്നീട് നേട്ടമുണ്ടാക്കാൻ അവിടെ കോൺഗ്രസിനും BJPക്കും സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ടേമിൽ കാണാൻ കഴിഞ്ഞത്. ലെവിൻ കെ വിജയൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലെവിൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ആരാകും എടുക്കുക? എന്താണ് ജില്ലയിലെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം? ലക്ഷ്മി, കൃത്യമായ ഒരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ സാധ്യമല്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ LDFന് വലിയ മേൽക്കോയ്മയുണ്ടാവുകയും പിന്നീട് UDFും BJPയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആ മേൽക്കോയ്മയ്ക്ക് നേരിയ തോതിലെങ്കിലും വെല്ലുവിളി ഉയർത്തുകയും ചെയ്ത ഒരു ജില്ലയാണ് തൃശ്ശൂർ. ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടേതായിട്ടുള്ള വിജയം നമ്മൾ കണ്ടു. പക്ഷേ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12ലും വിജയിച്ച് LDFന്റെ കരുത്തുറ്റ ജില്ലകളിലൊന്നായി തൃശ്ശൂർ മാറിയിരിക്കുന്നതും നമ്മൾ കഴിഞ്ഞകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും LDFന് മേൽക്കോയ്മ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ നേട്ടം തന്നെ ഉണ്ടാക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിലും നഗരസഭാ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും അടക്കം 86 പഞ്ചായത്തുകളിലുണ്ട്. എല്ലായിടങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ LDF ഭരണം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിലെല്ലാം ഒന്നിടവിടാതെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും പല വികസന വിഷയങ്ങളിലടക്കം വിവാദങ്ങൾ ഉണ്ടായതും വലിയ തിരിച്ചടിയായി ഒരുപക്ഷെ നിലവിലെ ഭരണസമിതികൾക്ക് മാറാനുള്ളൊരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും 10 വർഷമായി LDFന്റെ സംസ്ഥാന സർക്കാർ ഭരണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും അലയടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പൊതു വിലയിരുത്തൽ എല്ലാവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരിയ തോതിലെങ്കിലും കോൺഗ്രസിന് ഒരു എഡ്ജുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും തൃശ്ശൂരിൽ നടക്കാൻ പോവുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വിവരം. അതോടൊപ്പം പ്രാദേശികമായി വിവിധ മേഖലകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനായ BJPക്കും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലുകളും മറ്റും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 200ലേറെ സീറ്റാണ് BJP നേടിയതെങ്കിൽ ഇക്കുറി അതിനെക്കഴിഞ്ഞും മികച്ച നിലയിലുള്ള സീറ്റ് വർധനവ് BJPക്ക് ഉണ്ടാകുമെന്നുള്ള നിലയിൽ പറയുന്നു. എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഭരണ നേട്ടത്തിലേക്ക് എത്താനുള്ള സ്ഥിതിയിലേക്ക് BJP മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പല സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ BJP നടത്താൻ കഴിയുന്ന തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ചിത്രം കൂടി ഒന്ന് പരിശോധിച്ച ശേഷം ഞാൻ വേഗത്തിൽ തിരിച്ചെത്താം ലെവലിലേക്ക്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഇതാണ് ചിത്രം. 29 ഡിവിഷനുകളാണ് ഉള്ളത്. LDF ആണ് ഭരിക്കുന്നത്. അതിൽ 24 LDF ആണ്. UDF 5 മൃഗീയാധിപത്യം എന്ന് തന്നെ പറയാം. അതിൽ CPIM 5, CPI 7, JDS 1, NCP എന്നിങ്ങനെയാണ്. NCP 1 ഇതാണ് LDFന്റെ കക്ഷി നില. UDF 5, അതിൽ കോൺഗ്രസ് 4, മുസ്ലിം ലീഗ് 1 എന്നിങ്ങനെയാണ്. പുത്തൂർ, കൊരട്ടി, മാള, കടപ്പുറം, അടാട്ട് എന്നിവയാണ് UDFനൊപ്പം നിന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ചാർട്ടിൽ നിന്ന് തന്നെ മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് അവിടെ LDF ഭരിക്കുന്നത് എന്നുള്ള കാര്യം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഡിവിഷൻ അധികം വർദ്ധിച്ച് 30 ആകും എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. ലെവിൻ തുടരുന്നുണ്ട്. ലെവിൻ, ഈ സുരേഷ് ഗോപി ഫാക്ടർ അവിടെ ശരിക്കും ഗുണം ചെയ്യുമോ BJPക്ക്? അതോ ഈ ഏറ്റവും ഒടുവിൽ വന്ന കലുങ്ക് വിവാദത്തിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്, അത് തിരിഞ്ഞടിക്കുമോ, തിരിച്ചു കുത്തുമോ? എന്താണ് സ്ഥിതി? ലക്ഷ്മി, BJP ഫാക്ടർ, സുരേഷ് ഗോപി ഫാക്ടർ നിശ്ചയമായും ചില സ്ഥലങ്ങളിലെങ്കിലും BJPക്ക് അനുകൂലമാകേണ്ട സാഹചര്യമായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് കൊടുങ്ങല്ലൂർ നഗരസഭയാണ്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി CPM അല്ലെങ്കിൽ LDF സഖ്യം നേതൃത്വം നൽകുന്ന ഭരണമാണ് കൊടുങ്ങല്ലൂർ സഭയിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, ഭരണം പിടിക്കുമെന്നുള്ള തരത്തിലുള്ള തരംഗമുണ്ടാക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം BJPയെ സംബന്ധിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നേടിയെടുക്കാനായി എന്നുള്ളതാണ്.
22-21 എന്നുള്ളതാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കക്ഷിനില. അതോടൊപ്പം തന്നെ BJPക്ക് അനുകൂലമായി അല്ലെങ്കിൽ BJP ഭരണം നടത്തുന്ന അവണിശ്ശേരി പഞ്ചായത്ത്, തിരുവല്ലാമല പഞ്ചായത്തിൽ ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ BJP ടോസിലൂടെ അധികാരത്തിൽ വന്നെങ്കിലും പിന്നീട് അവർക്ക് അവിശ്വാസത്തിലൂടെ ഭരണം നഷ്ടമായി. ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് BJPക്ക് എടുത്തു കാട്ടാൻ കഴിയുന്ന പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ്. പക്ഷേ ഇവിടങ്ങളിലുള്ള മേൽക്കോയ്മ നിലനിർത്തിക്കൊണ്ട് ഇത്തവണ BJPക്ക് മുന്നോട്ട് പോകാനാകുമോ എന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നത്. BJPയെ സംബന്ധിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ സംഘടനാ അടിത്തറ വർദ്ധിക്കുമ്പോഴും അവർ ഉയർത്തിയ ഏറ്റവും വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പ്രവർത്തനത്തിൽ സുരേഷ് ഗോപിയുടേതടക്കമുള്ള വീഴ്ചകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള ആശങ്ക BJPയെ സംബന്ധിച്ചുകൊണ്ട്, ജില്ലാ ഘടകങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന കലിംഗ് സംവാദ വിവാദങ്ങളിൽ BJP ജില്ലാ ഘടകങ്ങൾ, 3 ജില്ലാ ഘടകങ്ങളും ഇതേ ആശങ്ക ഉന്നയിച്ചതാണ് എന്ന് നമുക്കറിയാം. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. സുരേഷ് ഗോപിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള ആശങ്ക അവർ വെച്ചു പുലർത്തുന്നു. അതോടൊപ്പം തന്നെയാണ് പ്രാദേശിക തലങ്ങളിൽ സിറ്റിക്ക് പുറത്തു നിന്നും അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിന് കോർപ്പറേഷനും പുറത്തു നിന്നും പ്രാദേശിക തലങ്ങളിൽ കൊടുങ്ങല്ലൂർ നഗരസഭ, അവണിശ്ശേരി പഞ്ചായത്ത് പോലുള്ള ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എത്രമാത്രം സംഘടനാ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായി എന്നുള്ള ഒരു ചോദ്യം അവർക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. വലിയ തെരഞ്ഞെടുപ്പ് സന്നാഹങ്ങളൊക്കെ BJP കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. വോട്ട് ചോരി വിവാദം പോലുള്ള തിരിച്ചടികൾ അവർക്ക് മുന്നിലുണ്ട്. പല പ്രാദേശിക തലങ്ങളിലും ഇത്തരത്തിൽ വോട്ട് ചോരി വിവാദമടക്കം വന്ന പശ്ചാത്തലത്തിൽ കൃത്യമായി വിലയിരുത്തലുകൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയായിരിക്കും UDFും LDFും കാണിക്കുക. അങ്ങനെയെങ്കിൽ BJPക്ക് വലിയ ഒരു വിജയം ഉണ്ടാക്കാനാകുമോ എന്നുള്ളൊരു ചോദ്യമായി ഉയരുന്നുണ്ടെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം നടത്താനും പല തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണത്തിലെത്തും വിധത്തിലുള്ള നേട്ടങ്ങൾ നടത്താനാകുമെന്നുമുള്ളതാണ് BJP കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ. പക്ഷേ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ ഇതിനോടകം തന്നെ സജ്ജമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും വോട്ട് ചേർക്കലുമൊക്കെയായി LDF UDF മുന്നണികളും സജീവമാണ്. അതിലേക്ക് വിശദമായി എത്താം. ലെവിൻ തുടരുക. ഇനി നമുക്ക് നേരെ തൃശ്ശൂരിലെ പഞ്ചായത്തുകളിലേക്ക് പോയാൽ ആകെ പഞ്ചായത്തുകൾ 86 എണ്ണമാണ് തൃശ്ശൂരിൽ ഉള്ളത്. അതിൽ ഇടതുപക്ഷം ഭരിക്കുന്നത് 64 പഞ്ചായത്തുകളാണ്. UDF ഭരിക്കുന്നത് 21 പഞ്ചായത്തുകൾ. BJP ഒരു പഞ്ചായത്ത് മാത്രമാണ് അവിടെ ഭരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇതാണ് കക്ഷിനില, പഞ്ചായത്തുകളിലെ കക്ഷിനില. 2015 68 പഞ്ചായത്തുകളിലാണ് LDF മേൽക്കോയ്മ നേടിയിരുന്നത്. UDFന് 19 പഞ്ചായത്തുകളിലാണ് ഭരണം ഉണ്ടായിരുന്നത് 2015. തിരുവല്ലാമല പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. UDFനും BJPക്കും 6 വീതം സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ടോസിലൂടെ ഭരണം BJPക്ക് അവിടെ കിട്ടുകയായിരുന്നു. അതാണ് ഒരു പഞ്ചായത്ത് BJP ഭരിക്കുന്നത്. പിന്നീട് അവിശ്വാസത്തിലൂടെ UDF ഭരണം പിടിച്ചു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതിൻ്റെ ബലത്തിലാണ് അവണിശ്ശേരി പഞ്ചായത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയിട്ടുണ്ട്. അവണിശ്ശേരി പഞ്ചായത്താണ് BJP ഭരിക്കുന്നത്. ആദ്യം പറഞ്ഞ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ് ഭരിക്കുന്നത്, തിരുവല്ലാമല പഞ്ചായത്ത്. അവണിശ്ശേരി പഞ്ചായത്താണ് അവിടെ BJP ഭരിക്കുന്ന പഞ്ചായത്ത്. അവർക്ക് അവിടെ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ ഒരേ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് തൃശ്ശൂരിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്, ഒരേ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് BJP ഭരിക്കുന്നത്. ഇത്തവണ 20-ലേറെ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുമെന്ന അവകാശവാദവുമായാണ് BJPയുടെ പ്രവർത്തനം. പറപ്പൂക്കര, മറ്റത്തൂർ, ശ്രീനാരായണപുരം, പടിയൂർ, എടവിലങ്ങാട്, മേലൂർ, പുന്നയൂർകുളം, തിരുവല്ലാമല, ചേർപ്പ്, വല്ലച്ചിറ, നാട്ടിക, വരന്തരപ്പള്ളി, മണ്ണൂർക്കര, അവണിശ്ശേരി. ഇപ്പോൾ ആകെയുള്ള ഒരിടം അവണിശ്ശേരിയാണ്. അവിടെ അടക്കം ഇത്രയും പഞ്ചായത്തുകളിൽ തങ്ങൾ പിടിക്കും എന്ന് പറയുന്ന തികഞ്ഞ ജയപ്രതീക്ഷയിലാണ് ഏതായാലും BJP ഉള്ളത്. ഇനി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പോയാൽ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 16 എണ്ണമാണ്. ബ്ലോക്കിലും കാണാൻ കഴിയും ഇടതിൻ്റെ ആധിപത്യം. അതിൽ LDF 14, UDF 2. ഇതാണ് അവസ്ഥ. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചാലക്കുടിയും ചാവക്കാടും മാത്രമാണ് UDFന് കിട്ടിയത് എന്ന് കാണാൻ സാധിക്കും. ലെവിൻ തുടരുന്നുണ്ട്. ലെവിൻ, നമ്മൾ ഈ തൃശ്ശൂരിലെ കോൺഗ്രസിൽ അസാധാരണമായ പ്രതിസന്ധിയാണ് കണ്ടത്. കെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന കാഴ്ച, അതിന് പിന്നാലെ തൃശ്ശൂർ DCCയിലെ കൂട്ടയടി, അങ്ങനെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് വല്ലാതെ വാർത്തയാകുന്നത്, ചർച്ചയാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് സ്ഥിതി? ഗ്രൂപ്പ് പോരിന് ശമനമുണ്ടോ? എന്തൊക്കെയാണ് UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടലുകൾ?
ലക്ഷ്മി, ഒരു കാലത്ത് ലീഡർ കെ കരുണാകരൻ്റെ തട്ടകമെന്നറിയപ്പെട്ട തൃശ്ശൂരിൽ വലിയ സംഘടനാ ശേഷി ഉണ്ടായിരുന്ന ജില്ലയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് തൃശ്ശൂർ. അവിടെ പിന്നീട് പിൽക്കാലങ്ങളിൽ CPM-ൻ്റെയും LDF-ൻ്റെയും ഒക്കെ ഒരു സമഗ്രാധിപത്യം വിവിധ മേഖലകളിൽ നമ്മൾ കണ്ടതാണ്. ഓരോ നഗരസഭാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ അടക്കം മെച്ചപ്പെട്ട പ്രകടനം കൂടുതൽ വ്യക്തമാക്കി CPM മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ LDF മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ നിന്നെല്ലാം പിന്നോട്ട് പോയത് BJP ഒരു സൈഡിലൂടെ വളരുമ്പോൾ അവിടെ നിന്നെല്ലാം പല മേഖലകളിൽ നിന്നും പിന്നോട്ട് പോയത് കോൺഗ്രസ് ആയിരുന്നു. പല തദ്ദേശ സ്ഥാപനങ്ങൾ, നിയമസഭാ സ്ഥാപനങ്ങൾ, ലോക്സഭ അടക്കം വലിയ വീഴ്ച കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എഡ്ജ് ഉണ്ടാവുക കോൺഗ്രസിനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം BJP-യോടുള്ള പൊതുവായിട്ടുള്ള സമീപനം കേരളത്തിലെ ജനങ്ങൾക്ക് നമുക്കറിയാവുന്നതാണ്. അവർ വളർച്ച ഉണ്ടാക്കിയെടുക്കുമ്പോഴും മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് BJP-യോടുള്ള അകൽച്ച നമുക്ക് വ്യക്തമായി അറിയാം. മറുവശത്ത് കോൺഗ്രസിന് അനുകൂലമായി മാറുന്നത് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഭരണം നടത്തുന്ന അല്ലെങ്കിൽ 9 വർഷം പിന്നിടുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അവമതിപ്പുകളാണ്. ജനകീയമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ബാധിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസിന് എക്കാലത്തും വലിയ തിരിച്ചടികളായി മാറുന്നത് പാർട്ടിയിലെ ഉൾപാർട്ടി അഭിപ്രായ ഭിന്നതകളും വിഭാഗീയതയും പഠനപ്പിളക്കങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ സീറ്റ് വിഭജനവും ഒക്കെയാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും ഇത് നിലയുറപ്പിക്കാനുള്ള അവസാന അവസരമാണ്. ഇനി ഭരണമില്ലാതെ എത്രമാത്രം പിടിച്ചു നിൽക്കാനാകുമെന്നുള്ളൊരു ചോദ്യം ജില്ലയിലെ പ്രാദേശിക തലം മുതൽ ബൂത്ത് കമ്മിറ്റികൾ മുതൽ ഉയർന്നു വരുന്നുണ്ട്. ബൂത്ത് തലം മുതൽ ഈ ഉയരുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നേതൃത്വം കൂടി അതിനെ ഗൗനിച്ച് മുഖവിലക്കെടുത്ത് ആ നേതൃയോഗങ്ങളിലടക്കം ഇതേ വികാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് അവർ. ഇതിനോടകം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയും KPCC ഉപാധ്യക്ഷൻ ആയിട്ടുള്ള ആളുകളെ അടക്കം ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ വലിയ തോതിൽ അവിടെ ചർച്ചയായിട്ടുണ്ട്. ഈ വിവാദങ്ങളുടെയൊക്കെ ഗുണം അത് ഇടതുപക്ഷവും കോൺഗ്രസും അവിടെ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ BJP വോട്ട് ചേർത്തത് അവിടേക്ക് സുരേഷ് ഗോപിക്ക് ജയിക്കാനായി അത്തരത്തിൽ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇതൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. ഇതൊക്കെ ആർക്കായിരിക്കും ഗുണം ചെയ്യുക? മാത്രമല്ല മറ്റെന്തൊക്കെ വിഷയങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് അവിടെ ചർച്ചയാകാൻ ഇടയുണ്ട്? ലക്ഷ്മി, BJP-യെ സംബന്ധിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി വിവാദം അല്ലെങ്കിൽ വോട്ടർ പട്ടിക ക്രമക്കേടൊക്കെ അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. അതിൻ്റെ തെളിവുകളടക്കം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തതാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂല ഘടകമായി ആ വോട്ട് ചോരി വിവാദം, വോട്ടർ പട്ടിക ക്രമക്കേടൊക്കെ മാറിയത് മറ്റ് കക്ഷികളെ സംബന്ധിച്ചുകൊണ്ട്, മുന്നണികളെ സംബന്ധിച്ചുകൊണ്ട് അവരെ കുറച്ചുകൂടി ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. കാരണം പ്രാദേശിക തലം മുതൽ ഓരോ ബൂത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ബൂത്ത് തലം മുതൽ കൃത്യമായ പരിശോധനകൾ 3 മുന്നണികളും BJP നേതൃത്വം നൽകുന്ന NDA-യും CPM നേതൃത്വം നൽകുന്ന LDF-ഉം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF-ഉം എല്ലാം ഇപ്പോൾ നടത്തി വരുന്നതാണ് നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് പൾസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വോട്ടർ പട്ടികയിൽ ഒരു വലിയ ക്രമക്കേട് നടത്തിയ ആർക്കും ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാനാകില്ല എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. പക്ഷേ പ്രാദേശികമായിട്ടുള്ള പല തലങ്ങളിലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഈ വിവാദം, വോട്ട് ചോരി വിവാദം ജില്ലയിലെ സംഘടനകൾക്ക്, രാഷ്ട്രീയ സംഘടനകൾക്ക് വലിയ ജാഗ്രത മുന്നറിയിപ്പ് നൽകുമ്പോൾ അതനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തന മുന്നണികൾ നടത്തുമെന്ന് ഉറപ്പാണ്. പക്ഷേ BJP-യെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വോട്ടുകൊള്ളയടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കായിരിക്കും LDF-ഉം UDF-ഉം മുന്നോട്ട് പോവുക. അതനുസരിച്ച് കൊണ്ട് കുറ്റമറ്റ രീതിയിൽ ഈ വോട്ടർ പട്ടിക പരിശോധനയടക്കമുള്ള കാര്യങ്ങൾ അവർ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരമൊരു വീഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ നോട്ടക്കുറവുകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് പരാജയം ചിലപ്പോൾ അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ചില വാർഡുകളിലേക്കെങ്കിലും പരിശോധിച്ചാൽ നിസാരമായ വോട്ടുകളിലേക്ക് ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. നമുക്കറിയാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പല പഞ്ചായത്തിലും സീറ്റുകൾ ഒരു വാർഡാണെങ്കിൽ ഒരു വാർഡ് അത് നിർണായകമായി മാറുന്ന സാഹചര്യങ്ങളൊക്കെ അറിയാം. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള
ശ്രമങ്ങൾ എല്ലാ മുന്നണികളും നടത്തുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി വോട്ട് കൊള്ളയും ക്രമക്കേടും വോട്ട് ചോരി വിവാദവും ഒക്കെ BJPക്ക് എതിരായിട്ടുള്ള പ്രചാരണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് UDF LDF മുന്നണികൾ നടത്തുന്നത്. പക്ഷേ അതേ നിലയിൽ പ്രതിരോധിക്കാൻ BJPയും സജ്ജമായിട്ടുണ്ട്. മറുവശത്തെ മുന്നണികളുടെ നേതൃത്വത്തിൽ നടന്ന ക്രമക്കേടുകളടക്കം പ്രാദേശിക തലത്തിൽ ചൂണ്ടിക്കാട്ടി അവർ പ്രതിരോധങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും അത് താരതമ്യേന ദുർബലമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ മറുവശത്ത് മറ്റ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി വളരെ വേഗത്തിൽ ഉത്തരം പറഞ്ഞാൽ, ഈ തൃശൂർ കോർപ്പറേഷന്റെ സ്ഥിതി എന്തായിരിക്കും? ഒരു പ്രഡിക്ഷൻ സാധ്യമാണോ ഈ ഘട്ടത്തിൽ? ലക്ഷ്മി, തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസ് അവിടെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷിയിലെ അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷത്തിൻ്റെ വിഭാഗീയതകളടക്കം മുതലാക്കിക്കൊണ്ട് LDF സ്വതന്ത്രനായ വിമതനായ മേയറെ കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ഭരണം നടത്തുന്നു. ഇതിനിടയിൽ ഒട്ടേറെ സംഘടനാ പ്രശ്നങ്ങൾ, ഭരണപരമായ പ്രതിസന്ധികൾ, ഇന്നും അതേ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ നടന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. BJPക്ക് ഒരു വലിയ വർധനവോ സുരേഷ് ഗോപി ജയിച്ച പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ വോട്ട് നൽകിയ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ എങ്കിൽ പോലും BJPക്ക് ഒരു വലിയ വളർച്ച ഇവിടെ അത് പൊതുവെ കൽപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ കൃത്യമായ സീറ്റ് വർധനവ്, അവർക്ക് നിലവിൽ 6 സീറ്റുകളാണുള്ളത്, ഒരു 15 വരെ സീറ്റിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ BJP നേതൃത്വം ഒന്നടങ്കം വെച്ചു പുലർത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ മത്സരം അതൊരു നേർക്കുനേർ നെക്ക് ടു നെക്ക് പോരാട്ടമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം LDF ഭരണത്തിന് വിവിധ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയ പ്രചാരണ സമര പരിപാടികളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. മറുവശത്ത് പല വികസന പദ്ധതികളും മത്സരം, തദ്ദേശ പോരാട്ടം എല്ലാവർക്കും തന്നെ കൗതുകം ഉണർത്തുന്ന ഒന്നായിരിക്കും. രാഷ്ട്രീയ കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും തൃശൂർ കോർപ്പറേഷനിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ. ശക്തന്റെ തട്ടകത്തിൽ ഇക്കുറി ആര് കൊടിനാട്ടും? എളുപ്പത്തിൽ ഉത്തരം പറയാൻ കഴിയില്ല. എങ്കിലും BJP ആ മണ്ണിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എങ്ങനെയും ജില്ല പിടിക്കാനുള്ള അതിതീവ്ര ശ്രമങ്ങളിലാണ് ഇടതുമുന്നണി ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെ മേധാവിത്വം നിലനിർത്തുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലെ വെല്ലുവിളി. ഗ്രൂപ്പ് പോരുകളിൽപ്പെട്ട് ആകെ ക്ഷീണിച്ച സംഘടനാ ശരീരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂരിൽ കോൺഗ്രസിനുള്ളത്. എങ്കിൽ പോലും വോട്ടർ പട്ടിക വിവാദമടക്കം കത്തിച്ചു നിർത്തി ജില്ലയിൽ പുതിയ ഊർജം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവരും ഉള്ളത്. അതുകൊണ്ട് ശക്തന്റെ മണ്ണിലെ ശക്തൻ ആരെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തിരിച്ചെത്താം പാലക്കാടുമായി ഇടവേളയ്ക്ക് ശേഷം.